പടേ കണ്ണി തന്നെ വെക്കണോട്ടാ, തലേക്കേറ്റ് വെക്കരുത്, കാല് വലുതാവും. ഓക്കേടാ, രാത്രി തരാട്ടാ. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ മാറിക്കും, അല്ലെങ്കിൽ ഡ്യൂക്കിരിപ്പുണ്ട്, വേണോ? എന്റെ പൊന്നു, ഞാൻ നേരെ സ്വർഗത്തിലോട്ടൊന്നല്ല പോണേ, കോളേജിലോട്ടാണ്. നീ ആ കീ ഒന്നെടുത്ത്. ഫുൾ ബുള്ളറ്റ് ആണല്ലോ. ഡ്യൂക്ക് എടുത്താൽ മതിയായിരുന്നു. പൈനാപ്പിൾ സുന്ദരനല്ല. ഹലോ മോളെ. ഹായ് ചക്കര, നീ കുട്ടിയൊന്ന് മനസ്സ് വെച്ചാൽ നാളെ ഏതാ മൂലം എന്ത് കോരടപ്പാ. ഓ നിന്നോക്കെ ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മേടിച്ചേ. പറഞ്ഞില്ലാത്തണ്ടി. ഞങ്ങളോട് നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഷഡ്ഡി കൂടി മേടിച്ചിട്ടൂടെ? അതൊക്കെ ആര് കാണാനാ? ഞാൻ കണ്ടല്ലോ ഇപ്പൊ. നീ ഇത്രല്ലേ കണ്ടുള്ളൂ. ഇതിലും വലുതുണ്ടോ? അങ്ങോട്ട് നോക്കിയേ. കട്ടപ്പ, നീ എന്നെ പുറകെ നോക്കിയില്ലേ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ഹലോ പാജിക്കുട്ട, കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ട? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ, സെന്റ് ട്രീസസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ 11ാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ, പാരി പോടാ മോറ. ലല്ലോടെ പോയത്. മാം, അവിടെ ബാത്റൂമില് അവിടെ ആരോ. പോഞ്ചിക്കുട്ടൻ, മിസ്റ്റർ പാഞ്ചി, വാട്ട് നോൺസെൻസ്. കുട്ടികളുള്ളപ്പോ ബാത്റൂമിലേക്ക് പേടിക്കാൻ ഇവരെ ആരാ പറഞ്ഞു വിട്ടത്? അതേത് നാറിയാണ്? ഇവനെങ്ങനെ ഇവിടെ എത്തി? നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഐ വിൽ കോൾ ദി പോലീസ്. അയ്യോ, ഐ ഒബ്ജക്ഷൻ യുവർ ഓർഡർ. മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഇത്രയും പെൺപിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ, ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ. യെസ്, ഹി ഈസ് റിയലി ബ്ലൈൻഡ്. കണ്ണു കണ്ടുവിടുന്നു. കണ്ടാ കണ്ടാ നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. ഓക്കേ ഓക്കേ മോനെ, സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. മണം പിടിച്ച് പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ. എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ് നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലൂനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ ഓ എന്റെ മോനെ. ഓ നീ ഇവിടെ പണിയെടുക്കാൻ വന്നതാണ്. നിന്നെ സ്പാർക്ക് നോക്കാൻ കൊണ്ടുവന്നതല്ലേ. നെല്ല് തേടി എലിയും പുല്ല് തേടി പശുവും എല്ല് തേടി പട്ടിയും അങ്ങോട്ട് ചെല്ലണം. പിന്നെ ലല്ല് മാത്രം എന്തിനിവിടെ നിക്കണം? എനിക്ക് നോക്കാൻ നാണോ പാഞ്ചിക്കോട്ട? വന്നു ശരിയാവൂല. ഇത് വെക്കട്ടെ, ഇത് വെക്കട്ടെ പാഞ്ചിക്കോട്ട. പെയിന്റ് പാട്ട. സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിൽ ഉണക്കത്തേങ്ങ പോലെ ഒഴി നടക്കുന്ന സ്ഥലമാണിത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. ഒരക്കണ് പിന്നെയും ദൈവമേ, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ. സ്പാർക്ക് നോക്കാന്ന്.
ഉറപ്പായിട്ട് സ്പാർക്കായി കാണും. സ്പാർക്ക് മാത്രം തോന്നുന്നില്ല. നല്ല നാടൻ സ്പാർക്ക്. ഇതിനാ ഇഷ്ടമായി കാണും അല്ലേ? പക്ഷേ ഓ എന്റെ പൊന്നെ, പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ചിഞ്ചു, ഞാൻ നിന്നൊരു കവിത പാടട്ടെ? ഓ വേണോന്നില്ല ഏട്ടാ. അല്ല, കവിതയും കൂടി പാടാം. എനിക്കുണ്ടൊരു മുത്തശ്ശി, കഥകൾ പറയും മുത്തശ്ശി, എന്നെ ഉറക്കും മുത്തശ്ശി, പക്ഷെ ഇപ്പ വൃദ്ധസദനത്തിലാണ് മുത്തശ്ശി. പോയേ എല്ലാരും ക്ലാസ്സിൽ പോയേ. ചീത്താവല്ലേ? ചെല്ലി ചെല്ലി. എടാ മഹാബാബി, സ്വന്തം അമ്മൂമ്മനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് കവിത ഇല്ലണോ? എടാ ജനത വീട്ടിൽ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ സ്പാർക്ക് നോക്കണ്ടേ? നീ എന്തിനാ സ്പാർക്ക് നോക്കണ്ട? അത് നോക്കല്ല അല്ലൂല്ലേ? എടാ അവൻ അവിടെ നിപ്പുണ്ട്, അവന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ആളെ കൂട്ടിയാണ്. അവനെവിടെ? എവിടെ? അവിടെയാണ്. ആ അവിടെ. ഇത് ടീച്ചർമാരെ സ്റ്റാഫ് മുറിയാണ്. ആ ശരിയാണല്ല. എന്നാലും ചെല്ലി വെല്ലം മലര അവല പൊരിയൊക്കെ കിട്ടുകയാണെങ്കില വേണ്ട, ശരിയാവില്ല. എന്താ ഇതിന്ന് ആരെങ്കിലും സ്പാർക്കിച്ചാ? സ്പാർക്ക് മാത്രമില്ല, ഒരാളെ പോലും കണ്ടില്ല. ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല. സാറല്ലേ, നമുക്ക് വേറെ നോക്കാം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. കണ്ടെത്തും, ഷുവർ. കണ്ട അച്ഛൻ വരെ പറഞ്ഞു തുടങ്ങി. മദ്യത്തിനും മദ്യപാനികൾക്കുമെതിരെ സമരം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ആ എന്റെ ഇടവകയിൽ തന്നെ ഏതൊക്കെയോ പ്രമാണിമാരുടെ ഇടപെടൽ കാരണം ഒരു പുതിയ ബിവറേജ് ഔട്ട്ലെറ്റ് വരാൻ പോവുകയാണ്. അല്ല, മദ്യത്തിനെതിരെ അച്ഛൻ നയിച്ച സമരത്തിലാണ് ഞങ്ങൾ കൈയടിച്ചത്. എന്താ എവിടെ ബീവറേജ് എന്ന് ചോദിച്ചാൽ ഒന്ന് പോയടാ. ലല്ലും ചാവേറുകളൊക്കെ കുമ്പസരിച്ചിട്ട് പോയാ മതിട്ടാ. പള്ളി പോയി പറഞ്ഞാ മതി. ഞാനല്ല ഇതേപോലെ വേർത്ത് കുടിച്ചു വെച്ചു ആ സമയത്ത്. എന്നിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ തട്ടുന്നു. കുറച്ചുകൂടി പറയട്ടെ, ഇന്ത്യ നല്ല രസം കേൾക്കാനായിട്ട്. അച്ചോ അച്ചോ പോലെ ബാക്കിയുണ്ട്. ഇത്രയും മതിയടാ. അച്ചോ എനിക്കൊന്ന് കുമ്പസാരിക്കണോ അച്ചോ? എത്ര നേരോടാ പറഞ്ഞു വന്ന പാപത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോ പെൻ ഡ്രൈവ് ആയി കൊടുക്കാല്ലേ. നീ വന്നെനിക്ക് വിശന്നിട്ട് പോയി. നീ ഇതിന് മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. അതെന്താ എന്തിനാണെങ്കിലും ചോദിച്ചു മേടിക്കണം. നിന്റെ കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞ? നീ വന്നെനിക്ക് വിശന്നിട്ട് പോയി. അയ്യോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം, കൊറേ ഉണ്ട്. കുമ്പസാരിക്കാനാ? അതൊക്കെ പിന്നെ വന്നേ, എനിക്ക് വിശക്കണടാ. അയ്യോ, എനിക്കിന്ന് തന്നെ കുമ്പസാരിക്കണം. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കാണ്. അടുത്ത ആഴ്ച കുമ്പസാരിക്കടാ. എനിക്കിന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കണം. അച്ഛൻ നേരത്തെ വന്നല്ലോ. ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഞാൻ കുമ്പസാരിച്ചിട്ട് 2-3 വർഷമായി. കുഴപ്പമില്ല, പറഞ്ഞു. നീ ഒക്കെ കുമ്പസാരന്റെ രഹസ്യം. ശരി ശരി. അതെ അച്ചോ, ഇന്നലെ രാത്രി ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ
പിന്നെ കഴിഞ്ഞ മാസം ഞാൻ അങ്ങനെ ഈ 2 വർഷം കൊണ്ട് ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ, ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? അത് പോട്ടെ മോനെ ടെനി, പോട്ടെ. എന്നാലും മൈക്ക് കൂടിക്ക് വിളിച്ചു പറഞ്ഞ മോശമായിപ്പോയി. ഒരു ഹീറോയിസിന് വേണ്ടി 1-2 കഥ ഞാൻ ഉണ്ടാക്കി കാഴ്ചയും ചെയ്തായിരുന്നു. ചേട്ടാ എനിക്ക് 3 എല്ലാവർക്കും ചാറ് മാത്രം മതി, കറി ആരും വാങ്ങില്ല. ചേട്ടാ ഞാൻ ചാറിലേ വെച്ചുള്ളൂ. ഇതിനകത്തൊരു പീസ് ഇത് തിരിച്ചെടുത്തോ. ആദ്യമായിട്ടാ ചാറ് വാങ്ങിയിട്ട് ഒരാൾ കഷ്ണം തിരിച്ചു തരുന്നത്. മോൻ കഴിച്ചോ? എത്ര ചേട്ടാ? ഹിന്റെ അടുത്ത കളി കാൽക്കുലേറ്ററാ. എന്തൊക്കെയാടാ കഴിച്ച്? 2 കഷ്ണം പുട്ട്, 2 കഷ്ണം പുട്ട് 14, 2 പപ്പടം, 2 പപ്പട 2 പഴം, 6, ഒരു ചായ, ഒരു ചായ 8. മൊത്തം എത്രേ? 14,668 രൂപയെ. ഒന്ന് പോടോ മക്കളെ. തിന്ന പൈസ എനിക്ക് പോടോ. എന്താ പരിപാടി? ബീഫിന്റെ മണം പോവും. മറന്ന ചേന്നൂര് കെട്ടുകലക്കല് ഇന്ന് അവിടെ ഉറപ്പായിട്ടും പോണം. അതാണ് എന്റെ ആകെ ഉള്ള ഒരു പ്രതീക്ഷ. അവിടെ നിന്നെങ്കിലും ഒരു സ്മാർക്കുള്ള പെങ്കൊച്ചിനെ നീ കണ്ടുപിടിച്ചാ മതി. നിങ്ങൾ എവിടെ പോണ കാര്യം പറയണ? നിന്റെ ചേന്നൂർ കെട്ടുകലക്കിന് ഏയ് അവിടെ ആയ തിക്കും തിരക്കും ബഹളവും ചെളിയൊക്കെ ഇട്ട് ഇതുപോലെ സ്വസ്ഥോട്ട് ഇരിക്കാൻ പറ്റൂല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല? ഇല്ലോ. ഇവിടെ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഈ ഇരിക്കുന്ന 2 ഡിങ്കും മിങ്കും. ഒരു പ്രത്യേക റിപ്പോർട്ട്. ഇപ്പൊ മീൻ പിടിച്ചു കഴിഞ്ഞ ആളുകളെ മാറിക്കൊടുക്കണം. ഇനി മീൻ പിടിക്കാനുള്ള ആളുകൾക്ക് ഒരവസരം കൊടുക്കണം. നാട്ടുകാർ കൊട്ടക്കണക്കിന് മീൻ പെറുക്കി കൊണ്ടുപോകണം. അതിനിടെ വന്ന് ചൂണ്ടിട്ടിരിക്കും. ഇവരെന്ത് തോൽവിയായിട്ടാണ്. എടാ വാ പോവാ. എന്താന്നാ അക്കരന്ന് ഇക്കരന്നൊക്കെ ഇഷ്ടം പോലെ നല്ല അടിപൊളി പെമ്പിള്ളേര് വന്നിട്ടുണ്ട്. അല്ല സെന്റിന്റെ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബശ്രീ ചേച്ചന്മാരുണ്ടാക്കിയ ലൈവ് മീൻകറിയും കപ്പിയും ചാളിൽ ലഭ്യമാണ്. എല്ലാവരും കഴിക്കണം. ഞാൻ കഴിച്ചിട്ട് പോണം. നീ പുതിയ ഉടുപ്പ് മേടിച്ചത് വെറുതെ ആയില്ല. നമ്മുടെ ആള് വന്നിരിക്കുന്നു. നമ്മുടെ അല്ല എന്റെ. ഈ വർഷത്തെ കെട്ടുകലക്കൽ മഹോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. കെട്ടുകലക്കന്റെ ഇവിടെ പൊരിഞ്ഞ അടി നടക്കാണ്. അടിയാ? ആരായിട്ട്?
അവളെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? നീ പോയടാ, അതെന്റെ ആളൊന്നുമില്ല. എനിക്ക് അവളങ്ങനെ സ്പാർക്കൊന്നും തോന്നിട്ടില്ല. പിന്നെ നീ എന്തി അവക്ക് വേണ്ടി പോയിട്ട് ഉണ്ടാക്കിയത്? നീയല്ലേ പറഞ്ഞ അമ്മനെ തൊട്ടളിച്ച മാത്രം ഇടിച്ച് പൊളിക്കൊള്ളുന്നു. എല്ലാ പെണ്ണുങ്ങളും ഉണ്ടാ ഒരമ്മ. മോനെ, എന്താ അമ്മച്ചി? മോന്റെ പേരെന്താ? എല്ലാവരും എന്നെ ലല്ലു എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് അടിപൊളി. മുടി വെട്ടി കളയലട്ടാ. ഞാൻ ആ കുറിച്ച് മുടി കണ്ടിട്ട് പറഞ്ഞു. ഞാൻ സുല്ലിട്ടാ, ഞാൻ ഈ കളി നിർത്തണേണ്. ഉള്ള പണിയും കളഞ്ഞ് അവന് പെണ്ണന്വേഷിച്ച് പുറകെ നടന്ന് കാലം കുറേ. വുമൻസ് കോളേജ്, വീഗാലാൻഡ്, ലുല്ലുമാള്, നോവേനപ്പള്ളി, അങ്ങനെ പെണ്ണുങ്ങളെ കൂടുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ അവനെ കൊണ്ടുപോയില്ലേ. എന്നിട്ട് അവനക്ക് ആരും ഇഷ്ടമായില്ല. പക്ഷെ അവന്റെ പെണ്ണുള്ള അടുത്തേക്ക് നമ്മൾ അവനെ കൊണ്ടുപോയിട്ടില്ല. അതാണ് പ്രശ്നം. ഇനി അവന്റെ കൂടെ ഞാനില്ലട്ടാ. ഞാൻ പോവേണ്. നിന്നെ എന്താണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പൊ ഞാൻ എങ്ങനെ പോകാനാണ്? ഈ ലോഡ് ഷെഡിങ്ങിന്റെ കാര്യം ഞാൻ മറന്നുപോയി. നോക്കിക്കോ. അപ്പൊ നാളെ മുതല് നമ്മൾ സ്പാർക്കിന്റെ പുറകെ ഓടുന്നില്ല. ഓടിക്കോ. അതൊരൊച്ചേട്. അത് കാറ്റത്ത് ഒരു കൊട്ടത്തേങ്ങ വെള്ളത്തിൽ പോയതാണ്. എടുത്ത വീട്ടിൽ കൊടുക്കായിരുന്നു. ഓക്കെ ബ്രേക്ക്. ഞാൻ എന്റെ പെണ്ണിനെ കണ്ടു കുമ്പാരി. എങ്ങനെ? എവിടാ? ഇവിടെ 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 ഉണ്ടാ? കാണാനില്ലെന്ന് പത്രത്തിലെ ഫോട്ടോ ഉള്ളൊരു പെണ്ണിനെ.